ഗൈസ് നമ്മൾ കയറിപ്പോയ വഴി തിരിച്ചിറങ്ങി ഇവിടെ എത്തി. കുറച്ചേരൊക്കെ അവിടെ ഇരിപ്പുണ്ട് കണ്ടോ. അപ്പോൾ ചുമ്മാ ഇങ്ങോട്ടൊരു വഴി കിടക്കുന്നുണ്ട്, ഒരു കുഞ്ഞു വഴി. എന്തുവാ നോക്കിയിട്ട് വരാം. നമുക്ക് പോകേണ്ടത് അങ്ങോട്ടാണ്. നമുക്ക് എന്തായാലും ഇങ്ങോട്ടൊന്ന് പോയി നോക്കിയിട്ട് താഴോട്ട് പോകാം. കയറി നോക്ക്, കയറി നോക്ക്. വ്യൂ ഉണ്ടോ? ഓ, ചെറിയൊരു വ്യൂ ഉണ്ട്. അവിടാണ് അഗസ്ത്യമല വരുന്നത്. നമുക്ക് പോകേണ്ടത് അങ്ങോട്ട്. ബാക്കിയുള്ളവരൊന്നും ഇറങ്ങി വന്നിട്ടില്ല, കാണാൻ പോലും ഇല്ല, സൗണ്ട് പോലും കേൾക്കാനില്ല. അപ്പോൾ എന്തായാലും ഇവിടെ എത്തി. അവരുടെ സൗണ്ട് എവിടെ നിന്നോ കേൾക്കുന്നുണ്ട്. ആ അവിടെ നിന്നെങ്ങാണ്ട് വരുന്നുണ്ട്. ഗൈസ് ഞാനിവിടെ നമ്മൾ ചാടാൻ പോവാണ്. നമ്മൾ ഇതുവഴിയാണോ വന്നേ? അതിനകത്ത് വഴിയേ കാണുന്നില്ലല്ലോ. എടാ ദോ അതാ വഴി കണ്ടോ, അവിടെ വഴി. അങ്ങോട്ട് പോവാ. എടാ ദോ അവിടെ അവിടെ വഴിയുണ്ടോ? നീ എന്തിനാ ഇങ്ങോട്ട് തന്നെ അങ്ങോട്ട് പോവും. ഞാൻ ഇവിടെ ചാടാൻ പോവാ. നോക്കടാ, ഊറ്റ് നോക്ക്, ഫുള്ള് എല്ലായിടത്തും ഒലിച്ചു വരും. ആ മീളി നോക്കി വെള്ളം റിഫ്ലക്റ്റിങ് കണ്ടോ? എൻ്റെ അമ്മേ, മഞ്ഞ് പോകുന്ന നോക്കി. ഇവിടുന്ന് എല്ലാം വെള്ളം ഒലിച്ചു വരുമല്ലേ. ഈ പാറക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഉണ്ടായി വരുവാ. ഭയങ്കര അത്രയും വെള്ളം പിടിച്ച് നിർത്തിയേക്കുന്നേ. അതാ ഗായത്രി അല്ലേ? ശരിയാ, ഉറക്കെ വിളിച്ച് നോക്കുന്നില്ലല്ലോ. ഉറക്ക 3, 2, 1 ഗായത്രി. ആ കണ്ട് എന്നെ വിളി. ഓ വഴി നോക്ക്, നീണ്ടു നിവർന്ന് കിടക്കുന്നേ. നല്ല പുൽമേടും പാറയും. അതാ നമ്മളിതേ കൂടെ പോയേ. എൻ്റെ മോനെ, ഓ കണ്ടോ അഗസ്ത്യമല കാണാൻ പറ്റാതായി. മൊത്തം മഞ്ഞ് കയറി. ഇപ്പം മേളിൽ എനിക്ക് വരുന്നേ ഒന്നും കാണത്തില്ലായിരുന്നു. അല്ലടാ പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇത് മേഘത്തിൻ്റെ മേളിൽ നമ്മൾ കയറി നിന്നേ. ആ അപ്പം നമ്മൾ കയറിയപ്പോഴും മേഘം ഉണ്ടായിരുന്നല്ലോ. ആ തോലെ അവ ഇപ്പോഴും അവിടെ നിൽക്കുന്നേ ഉള്ളൂ. അവരവിടെ നനങ്ങുന്നില്ലേ, അവിടെ നിൽക്കുക. ലോ നിൽക്കുന്നെല്ലാം കൂടെ. ആ പിന്നെ ഇതാ എല്ലാവരെയും കാണാം. നമ്മുടെ കണ്ണു വെച്ചാണെങ്കിൽ വൃത്തി കാണാം. ഇപ്പം ഒന്ന് കാണാം. അതാ ഉച്ചയായി കേട്ടോ, നട്ടുച്ച സമയമാണ്. 1 മണി ഞാൻ കണ്ടായിട്ടുണ്ട്. പക്ഷെ കാണാനേ ഇല്ല സൂര്യനെ, ഒന്നും കാണാനില്ല, ഫുള്ള് മഞ്ഞ്. ആ എന്ത് നല്ല കാലാവസ്ഥയല്ലേ. കറക്റ്റ് ഉച്ച സമയമാണേ. നോക്ക്, അവിടെയൊക്കെ വലിയ മലയുള്ളയാ. നമ്മൾ കയറിയ മലയൊക്കെ ഇവിടെ ഇങ്ങനെ കാണണ്ടയാ. വലിയ അങ്ങ് മീളി ഉണ്ട പോലെ കാണണ്ടയാ. ഒന്നും കാണുന്നില്ല, മൊത്തം മഞ്ഞ്. ഇത് നോക്ക് ഗൈസ്, നമ്മളവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഇവിടെ എത്തി. ഇതിലേക്കൂടെ വന്നേ. ആ വെള്ളം ഒഴുകി വരും നോക്കി, എന്ത് രസമുണ്ടല്ലേ. നമുക്ക് ചെറിയ അരുവി പോലെ കാണുന്നില്ലേ. അതാ നേരത്തെ കാണിച്ച പോലെ മൊത്തം ഊറ്റ വെള്ളമെല്ലാം ഒഴുകി ഇങ്ങനെ ചെറിയൊരു ചാലി കൂടെ ഒരുമിച്ചായിട്ട് താഴോട്ട് വരും. കണ്ടോ, ഇതെല്ലാം ഇങ്ങനെ വന്ന് ചേരുന്നതാണ്. അതെല്ലാം അവിടെ വന്ന് ഇറങ്ങി എന്തി സൂര്യൻ. സൂര്യൻ കറക്റ്റ് മേളിൽ. ഇത് ഇവിടുത്തെ വെള്ളം ഭയങ്കര നല്ലതാണ്. മറ്റേ ഇന്നലെ ഇറങ്ങിയ പോലെ അല്ല, ഭയങ്കര ഫ്രഷ്. ലൈക്ക് മിനറൽസ് അല്ല, ചെടിങ്ങോട്ട് ഒഴുകി അങ്ങോട്ട് ലൈക്ക് ഉത്ഭവിച്ചങ്ങ് വരുന്ന സാധനമല്ലേ. ഒരുപാട് ആയുർവേദ ചെടിയുടെ വേരി കൂടെയും ഇങ്ങനെ കിടന്നൊരു വാച്ച് പോലെ വരിക. പ്യുവർ വെള്ളം, ഒരു കെമിക്കലും ഇല്ല. അതാ സൂപ്പർ വെള്ളം. സീറ്റി പഠിച്ച ആളല്ലേ അത്? അയാളാണോ അത്? അണ്ണ പട്ടാളത്തിലല്ലേ? ഇതോ കാണുന്നു പൊങ്കാലപ്പാറ. അവിടെ എത്തണം. ഇതുപോലെ അവിടെ പൊങ്കാലപ്പാറ. താഴെ നോക്കുമ്പം ആ പാറയ്ക്കല്ല ഭംഗി, പക്ഷെ ഈ പാറയുടെ ഭംഗി നല്ല വൃത്തിക്ക് താഴെ നിന്നാൽ കാണാം. പക്ഷെ ഇപ്പോൾ ഒന്നും കാണത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ, മൊത്തം മഞ്ഞായി.
വാ ഇവിടെ ചെറിയ ഇറങ്ങിയാലോ താഴോട്ട് വാ താഴോട്ട് വാ. ഇവിടെ ചെറിയ ഇറങ്ങിയാലോ അത് അന്നേരം അവിടെ അല്ലേ എത്തും, നമുക്ക് അവിടെ അല്ലേ എത്തണ്ടേ, അങ്ങോട്ട് തന്നെ പോകും. നമ്മളവിടെ എത്താറായിരിക്കുന്നു ഗൈസ്, കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. നമ്മൾ നേരത്തെ നിന്നിട്ട് ഞാൻ കാണിച്ചു തന്ന സ്ഥലം ദൂരം അവിടെ, അവിടുന്ന് നമ്മൾ ഇതാ ഇപ്പോൾ ഇവിടം വരെ എത്തി ഉണ്ടോ, അവരിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇവിടം വരെ എത്തി. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. ചുറ്റിയാണോ ഇതിൽ കൂടെ ഇറങ്ങിയാലോ? പിന്നെന്തുവാ ഇതിൽ കൂടെ ഇറങ്ങാം. അമ്മേ ഇറക്കം. ഇച്ചിരി സ്റ്റീപ്പാണ്, ഞാൻ അവിടെ ചാടിയതാ. അതിലോട്ട് നിരങ്ങി കാല് വെച്ചിട്ട് സെറ്റ് സീനായിരുന്നു. എനിക്ക് ഹൈറ്റിൽ നിന്ന് ചാടാൻ ഭയങ്കര കഴിവാണ്. ഓഹ്, ദ കിങ് ഓഫ് മൗണ്ടെയ്ൻസ് ഇൻ കേരള, അഗസ്ത്യമല. ടാടാ. ഓ എടാ വെള്ളം കുടിക്കണമായിരുന്നു. അത് ഈ ഇറങ്ങാൻ മാത്രം വെള്ളം ഇല്ലടാ, ഇത്ര ഉള്ളു, ഇച്ചിരി ഉള്ളത്. ചുമ്മാ നനയണോ? കുറേ ദൂരം പോകാനുണ്ട്. ആ നമുക്ക് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ അവരൊക്കെ വരും നമ്മുടെ കൂടെ ഉള്ളവർ. എല്ലാവരും ഉണ്ടത്. എല്ലാവരും ഉണ്ട്. ഏറ്റവും ഫ്രണ്ടിൽ പോകുന്ന അഗ്രജ്, ബാക്കി മറ്റേ ചേട്ടന്മാർ, ആ ചേച്ചിമാർ, ഏറ്റവും ബാക്കി രോഹിത്ത്, അതിൻ്റെ ബാക്കിൽ മറ്റേ ഇല്ല ചേട്ടൻ, എല്ലാവരും ഉണ്ട്. സ്പെഷ്യൽ ജീവിയോ? പാമ്പ് വല്ലതും ആയിരിക്കും. അനങ്ങുന്നില്ലെങ്കിൽ ചത്ത പാമ്പായിരിക്കും. നമ്മളാണ് ഇപ്പോൾ ലാസ്റ്റ്. എല്ലാവരും ഇറങ്ങിപ്പോയി. മഞ്ഞെല്ലാം മാറി. അഗസ്ത്യമല ഇപ്പോൾ വൃത്തിക്ക് കാണാം, കണ്ടോ? എന്ത് ഭംഗിയല്ലേ, മൊത്തം മഞ്ഞും പോയി. അപ്പം നമ്മുടെ ഈ സ്ഥലത്തിന് ടാറ്റ കൊടുത്ത് നമ്മൾ പോവാണ് ഗൈസ്. ഇറങ്ങിയോ? ഇത് അടിപൊളി സ്ഥലമാണ്. ഇവിടെ വരുമ്പം ഇരിക്കാൻ നല്ലൊരു സ്ഥലമാണ്. അവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം, ഒരു ചെറിയ വെള്ളച്ചാട്ടം, ചെറുത് അരുവി പോലെ. പിന്നെ ഇവിടെ വലുതായിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടങ്ങ് പോവാം. ഇവിടെ നിന്ന് ഇങ്ങനെ പിന്നെയും പോവാം. അപ്പോൾ ഞാനിങ്ങനെ സ്പീഡിൽ ഇറങ്ങാമെന്ന് കാണിച്ചു തരാം. ഇങ്ങനെ ചവിട്ടി ജസ്റ്റ് അധികം ഫോഴ്സ് കൊടുക്കരുത്. നമ്മളെല്ലാം ലൈറ്റായിട്ട് ചവിട്ടണം, കണ്ടോ? ചവിട്ടി ഓരോ കാലും ലൈറ്റായിരിക്കണം, അധികം ഫോഴ്സ് വരരുത്. ഇങ്ങനെ പോയാൽ അങ്ങ് പൊക്കോണ്ടേയിരിക്കാം. ജസ്റ്റ് ആ ബാലൻസ് മാത്രം നോക്കിയാൽ മതി. തൊടുന്നു പോന്നു കണ്ടോ? തൊടുന്നു പോന്നു. ഇവരൊക്കെ എവിടാ? ആരെയും കാണുന്നില്ല കേട്ടോ. ഇത്ര ഇറങ്ങിയിട്ട് പോലും ഇപ്പോഴും നല്ല തണുപ്പുണ്ട്. സമയം നട്ടുച്ച, പക്ഷെ തണുപ്പുണ്ട്. അല്ലെങ്കിൽ ചുമ്മാ ഓടിപ്പോയിട്ട് എന്തിനാ, ഞാൻ തിരിച്ചു കയറുക. പിള്ളേരുടെ കൂടെ ഇറങ്ങാം. ഓടി വേണമെങ്കിൽ ഇപ്പോൾ താഴെ എത്താം. പക്ഷേ എനിക്ക് ബോറടിക്കുന്നു. അവരൊക്കെ വരട്ടെ, മേലിലോട്ട് കയറാം നമുക്ക്. അവിടെ നമ്മുടെ ക്യാമ്പ് തോണ്ട് നമ്മുടെ ക്യാമ്പ്. എടി, നിന്റെ ഒരു കാലിൽ നിന്റെ വെയിറ്റ് താങ്ങാൻ പറ്റും. നീ രണ്ട് കാര്യം കൂടെ കുത്തിയിട്ടേ നിൽക്കുന്നൊരു മൈൻഡില്ല.
ചാടുന്ന മുട്ടില് പ്രഷർ വരത്തില്ല. ജീവനുള്ള പാമ്പോ? ജീവനുള്ള വെയിൽ അടക്കാൻ വേണ്ടി എല്ലാവരും പത്തിയുള്ളതാ? ഓ, ഞാൻ ചുമ്മാ വലിഞ്ഞു കയറി വന്നയാ. അവന് കയറി വരുന്നു. അപ്പൊ നീ കയറി നോക്കി. എനിക്കും കയറണം, അവര് കയറിയതാണ്. നോക്കി മല ഉണ്ടോ? ലവന്മാരെന്തി റോഹിത്തും അഗ്രജിനും വരുന്നുണ്ടെന്ന് തോന്നുന്നു. അവിടെ കാണും, അല്ലേ മൂത്രമൊക്കെ നിർത്തി കാണും. നമ്മളിപ്പോൾ ചുമ്മാ വലിഞ്ഞേറിയതാ. ഇത് ആവക്കം കയറണമെന്ന് പറയുന്നത്. ഞാനില്ലേ അങ്ങനെ തന്നെ പോട്ടെ, എന്നെ പിടിക്കണ്ട. അങ്ങനെ തന്നെ പോ അങ്ങനെ തന്നെ പോ. ആ പോട്ടെ, അതുപോലെ തന്നെ പോ. എടുത്ത് വെച്ചാൽ മതി. ഒരെണ്ണം കൊണ്ട് അത് നീ കളഞ്ഞോ? ആ, അതെനിക്ക് വേണം. അതെങ്ങനെ വന്നടാ ഇതിന് മേടി കല്ല് അല്ലേ? ആരോ ഉണ്ടെന്ന് വെച്ചാ. എണീറ്റേക്ക് ഗൈസ്, നമുക്ക് കല്ലെറിയാം. ഇവിടെ നല്ല വെള്ളച്ചാട്ടമുണ്ട്. എന്തോ അല്ലല്ല, അത് കല്ലെറിഞ്ഞ ഞങ്ങൾക്കൊന്നും പറ്റിയില്ല. എണീറ്റ് നീക്കി ഒന്നും പറ്റൂല. ഇങ്ങോട്ട് നോക്ക്. ഓ, സീൻ വെള്ളച്ചാട്ടം. എടി നമ്മൾ സ്റ്റേബിൾ ഗ്രൗണ്ടിലാ. അങ്ങനെ അല്ലല്ലോ. ഇത് നോക്ക്, ചെറിയ വെള്ളച്ചാട്ടം. എടി നീ ഇങ്ങനെ പേടിക്കല്ലേ, നമ്മൾ രണ്ടുപേരില്ലേ? ആ, അവന്മാര് വരുന്ന ഇവിടെ ഇരിക്കല്ലേ. ഇരിക്കുന്നതൊക്കെ നോക്കിയേ, ഏതെന്തോ മെലിഞ്ഞ സാധനത്തിലേ മരത്തിന്റെ ചില്ലയിലൊക്കെ ഇരിക്കുന്ന പോലെ. ഇത്ര വലിയ സ്ഥലമാ അല്ല ഇവിടുന്ന്. ആ, അതോ വരുന്നു. അവന്മാർക്ക് അവിടെ നോക്കുമ്പോ ഇതൊരു ചെറിയ പാറയാ. നിങ്ങളെന്തോ കാണിക്കുന്നേന്ന്. എടി ഇവിടുന്നൊക്കെ നേരെ ചാടാൻ പറ്റുന്ന ഹൈറ്റല്ലേ ഉള്ളൂ. പറ്റും. പെട്ടെന്ന് എടുത്തോണ്ട് ഇറങ്ങാം. നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാ. എന്തോ സ്കീം ഉണ്ടല്ലോ. ഒന്നെങ്കിൽ ആ ബാഗിനകത്ത് ഇനി ഫുഡുണ്ട്. എടാ അതിലേക്കൂടെ കേറണം. വേണ്ട ഇറങ്ങണ്ട, ഇവിടെ നിന്നാ മതി. നീ ഇവിടെ താമസി. എടാ ഈ കാലൊക്കെ എന്താ നിനക്ക് വെയ്യേ? എടാ വേണ്ട എടാ വേണ്ട. അവന് വരണ്ടെങ്കിൽ അവന് വലിച്ചിരുന്നതിനാ. അവന് നീ പറഞ്ഞ ഞങ്ങള് കേറി നിനക്ക് പറഞ്ഞ നീ വലിയ കയറി വന്നയാ. ആ റൈറ്റിലോട്ട് ചോട്ടണേ. റൈറ്റിലോട്ട് പോ. റൈറ്റ് അതല്ല, ലെഫ്റ്റ്. സോറി. എന്റെ പൊന്ന് റോഹിത്തേ,
ഒന്ന് ഇറങ്ങി വാ. എടാ ഞാനിപ്പോൾ ഇറങ്ങി വന്നോ നീ അവിടുന്ന്? രോഗത്ത് കേറുന്നില്ലേ? വാ ബാക്കി പോവാം, വാ പോവാം ഗൈസ്. അടുത്ത സ്കീമേ ഒരുമിച്ച് അവര് together ഞാൻ കേറാത്തത് വീഡിയോയിൽ കേട്ടല്ലേ. ട്രൈ ചെയ്യാം, കുഴപ്പമില്ല. എൻ്റെ അമ്മേനെ ആലോചിച്ചു പോയി പ്രശ്നം. നീ അമ്മ പാറ കയറത്തില്ലേ? ഇല്ല അത് കൊള്ളാം. crab walk. ഗൈസ് നമ്മൾ ഇറങ്ങി രാവിലെ മറ്റേ ആനയെ കണ്ട സ്ഥലമെത്തി. അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങുവാണ്. തിരിച്ചാൽ കാട്ട് ഫുള്ള് കാട് സ്ഥലമായി. ആ പുൽമേടും ചെറിയ കുറ്റിക്കാടും എല്ലാം കഴിഞ്ഞു. എല്ലാവരും പുറകെ വരുന്നുണ്ട്. ശേ ഇങ്ങനെ കാണിച്ചു തരാം. ടടാ 1 2 3 4. ആന വരട്ടെ, അങ്ങനെയെങ്കിലും ഒന്നത്തെ കാണട്ടെ. ഓ ലാസ്റ്റ് വാട്ടർഫോൾ. ഇത് കഴിഞ്ഞാൽ നമ്മൾ ക്യാമ്പിൻ്റെ തൊട്ടടുത്തെത്തും. അപ്പോൾ ഓ വാട്ടർഫോൾ എന്ന് പറയാനും മാത്രമൊന്നും ഇല്ല, ഒരു ചെറിയ അരുവി. അവിടെ ഇരുന്നോ, സേഫാ. അഗ്രജ അടുത്തോട്ടിരിക്കാൻ ഇത്തടാ. എടാ, ഞാൻ എൻ്റെ ഐഡിയ പറയട്ടെ. നമ്മൾ ഫുഡിനെ പറ്റി പ്ലാൻ ചെയ്യുവാണ്, നാളത്തേക്കുള്ള ഫുഡ്. ഇത് കഴിഞ്ഞിട്ട് ബാക്കി അങ്ങോട്ട് പോവാം. ബ്രെഡും മുസ്ലിം രാത്രി കേടാവും. മ്യൂസിൽ കേടൊന്നും ആവത്തില്ല. ആ ബ്രെഡ് കേടാവും. ബ്രെഡും മുസ്ലിം കഴിക്കാം. എന്നിട്ട് നാളെ മോർണിംഗ് ഇവിടെ നിന്ന് കഴിക്കാം. ഉച്ചയ്ക്ക് നമുക്ക് ഇടയ്ക്ക് ഓറഞ്ച് മറ്റേ കഴിക്കാം. ഇവിടെ മൊത്തം അട്ടയായിരുന്നു കണ്ടോ, ഫുള്ളട്ട. ഇതിനകത്ത് നമ്മൾ കയറി ഇരുന്നേ. അട്ട സമ്മേളനം കണ്ടോ, നോക്ക് എത്ര അട്ടയാ നോക്കി. ഭാഗ്യത്തിന് കണ്ട്. പോവാം. അവിടെ നിന്ന് പ്ലാൻ ചെയ്യണ്ട, പ്ലാൻ അവിടെ ചെന്നിട്ട് ചെയ്യാം. ഞാൻ അപ്പോഴേ പറഞ്ഞ അട്ട കാണുമെന്ന്. ഓരോ മണ്ടത്തരം. പോട്ടെ ഈ കുറച്ചുകൂടെ ഉള്ള എത്തും. അയ്യോ ഇരിക്കുന്ന നോക്കി, ചത്ത് ഡെഡ്. ഷൂ മൊത്തം കുറച്ചും കൂടെ നീ അങ്ങോട്ട് പോയാൽ മറ്റേ റോഡെത്തും. പിന്നെ യെസ് നമ്മൾ ആ ബോർഡ് കണ്ടിരിക്കുന്നു. ബേസ് ക്യാമ്പ് 7 കിലോമീറ്ററോ? അല്ലല്ല 7 കിലോമീറ്റർ അല്ല, എത്താറായി. ബേസ് ക്യാമ്പ് നമ്പർ 7. അങ്ങോട്ട് 6 കിലോമീറ്റർ അഗസ്ത്യാർകൂടം നമ്മൾ പോയിട്ട് വന്നു. ഇതെല്ലാവരും വരുന്നുണ്ട്. ഇതെന്തോ പ്രതിഷ്ഠ എങ്ങാണ്ടാണ്. അപ്പോൾ നമുക്ക് ബേസ് ക്യാമ്പിലേക്ക് പോവാം. ടടാ ഇപ്പോൾ ഒരു വളവ് വളഞ്ഞ് അവിടെ എത്തും. അവരോട് വരട്ടെ. യെസ് ഗായ്സ്, നമ്മളിതാ ബേസ് ക്യാമ്പ് എത്താറായിരിക്കുന്നു. ബാക്ക് ടു ബേസ് ക്യാമ്പ്. തിരിച്ച് ബേസ് ക്യാമ്പ് എത്തി. ഗൈസ് നമ്മൾ ബേസ് ക്യാമ്പിൽ നിന്ന് പിന്നെ ഇറങ്ങിയേക്കുവാണ്. ഇത് കണ്ടോ, ഇത് അഗസ്ത്യമലയുടെ ബാക്കിൽ നിന്നുള്ള വ്യൂവാ. അല്ല ഇത് ഫ്രണ്ടല്ലേ, കേരളത്തിൽ നിന്നുള്ള വ്യൂ. ഫ്രണ്ട് നമ്മൾ ഇപ്പോൾ ഇറങ്ങിയേക്കുന്നത് ഒരു അരുവി തപ്പി ഇറങ്ങിയേക്കുവാ. ഒരു അരുവി ഉണ്ടെന്ന് പറഞ്ഞു തൊട്ടടുത്ത്. ക്യാമ്പ് ഇതോ അവിടെ കേട്ടോ, അവിടെയാണ് ക്യാമ്പ്. അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ടൊന്ന് ഒരു അരുവി ഉണ്ടെന്ന് പറഞ്ഞു. അത് നോക്കി വന്നേക്കുവാണ്. നമ്മൾ തന്നെ മേളിൽ നിന്നപ്പോഴേ ഒരു മേഘത്തിന് മേളിൽ 3 ഉണ്ട പോലെ കണ്ടില്ലേ, അത് ആ മല കേട്ടോ. ഇവിടെ ഗൈസ് നമ്മൾ അരുവി കണ്ടുപിടിച്ചു. ഇതാണ് അരുവി. ഇവിടെ കണ്ടോ നല്ല ആഴമുണ്ട്, ഇറങ്ങാൻ പറ്റും. പോയി ഡ്രസ്സ് എടുത്തുകൊണ്ട് വരാം. കണ്ടോ കല്ലൊക്കെ അടിക്കി വെച്ചിട്ടുണ്ടോ, നല്ല രസമില്ലേ. നമുക്ക് പോയിട്ട് ഡ്രസ്സ് എടുത്തുകൊണ്ട് വരാം. നമ്മൾ വെള്ളത്തിൽ ചാടാൻ വേണ്ടി ഡ്രസ്സൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. എടാ പറ ക്യാമറ നോക്കി പറ. ഇങ്ങനത്തെ ഒരു വെട്ട് കണ്ടോ താഴെ, ഒരു കറുത്ത ഷീഡ് വരുന്ന വെട്ട്, അത് മൂക്കാണ്.
ആ മൂക്കിൻ്റെ പാലത്തിൽ കൂടെ പോകുമ്പോൾ അവിടെ ഒരു ഷെയ്ഡ് പോലെ വരെയുണ്ട്, അത് കണ്ണ്. പിന്നെ ഈ സൈഡിൽ വരുമ്പോൾ ഒരു കർവ് കണ്ടോ, അത് കയ്യും തോളും ഒക്കെയാണ്. കണ്ടോ ഗൈസ്, അഗസ്ത്യ മുനിയെ കണ്ടോ? ഞാൻ കണ്ടു മറ്റേ ആ വെട്ട്, ഇത് ഈ സാധനം വാ അല്ല മൂക്ക് കണ്ട്, ഇത് കണ്ണ്, പിന്നെ ഇത് ഇങ്ങനെ കൈ. ബാക്കിയൊക്കെ താടിയിട്ടൊക്കെ അസ്യൂം ചെയ്യാം. ബെറ്റർ ദാൻ നത്തിങ്. ഒന്ന് ഫ്രഷ് ആവാൻ കൊള്ളാം. എന്ത് തണുപ്പടാ. നടക്കണം അവിടെ പോയി അവനെ ഒന്നാമത് വിറപ്പിച്ച് വിട്ടിക്കോ. എടാ അവിടെ കുഴിയാണോ? അവിടെ കുഴിയുണ്ടോ? വെള്ളമുണ്ടോ? ഇറങ്ങി നോക്ക്. ആ ഉണ്ടോ? എന്തുകൊണ്ട്? ഓ വേണ്ട അങ്ങോട്ട് പോണ്ട, ഇവിടെ തന്നെ നിന്ന് തുടലിൽ തണുക്കുന്നു. തണുത്ത വെള്ളം ഒരു രക്ഷയില്ല. ഫോണ് പൊങ്ങും. പിടിച്ചേ ഏത് ക്യാമറ? അല്ല അത് കുഴപ്പമൊന്നുമില്ല, അണ്ടർ വാട്ടർ പോവാതിരുന്നാ മതി. ഇത് കൊച്ചു പിള്ളേർ തൊട്ട് ഒന്നൂടെ എടി നിക്കാനും പറ്റുന്നില്ല നിനക്ക്. അയ്യോ ഇവൻ വയലന്റ് ആയല്ലോ. ഇല്ലടാ ഇന്ന് ആൾക്കാർ കാണും, എല്ലായിടത്തും ആൾക്കാർ കാണും. എടി ഈ പാറ ചവിട്ടി ആ പാറ ചവിട്ടി ചാടിക്കോ. ആദ്യം ചവിട്ടി പോക്കോ. പാലം എടാ തണുത്തിട്ട് അവർക്ക് ബോധം പോയി. നമ്മൾ കുളിച്ചിട്ട് തിരിച്ചു പോവാണ്. വെള്ളം കൊള്ളാം, നല്ല തണുത്ത വെള്ളം, അടിപൊളി സീൻ. ഗായത്രി ചേച്ചിയാണ് അത് കൊള്ളോടെ എടുത്തിട്ട് ഇങ്ങനെ എടുക്കുക. കൈയിടാൻ പറ്റൂല, എടുക്കാൻ പറ്റും അത്ര മാക്സിമം. നല്ല മണമല്ലേ ഗൈസ്. അങ്ങനെ ഡേ 2 അവസാനിച്ചിരിക്കുന്നു. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ
കഞ്ഞിയല്ല കഴിച്ചത്, നമ്മൾ കൊണ്ടുവന്ന മ്യൂസലിയും പിന്നെ ബ്രെഡുമാണ് കഴിച്ചത്. അതിപ്പോഴും ബാക്കിയുണ്ടായിരുന്നു, അതിൻ്റെ അതിശയം. ഇതുവരെ തിന്ന് തീർത്തില്ല. എന്തായാലും ഇപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോൾ ഉറങ്ങാൻ പോവാണ്. ലൈറ്റൊക്കെ കാണിച്ചുണ്ടോ, കുറച്ച് ലൈറ്റ് ഉണ്ട്, അങ്ങോട്ടുള്ള 2 കിടപ്പുണ്ട്. ഇതിപ്പോൾ അണയ്ക്കും. അങ്ങനെ നമ്മൾ ഉറങ്ങാൻ പോകുന്നു. ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അഗസ്ത്യകൂടം കയറി നിങ്ങൾ കണ്ടല്ലേ, അടിപൊളിയായിരുന്നു സംഭവം. എന്തായാലും ട്രൈ ചെയ്യേണ്ട, മസ്റ്റാണ്. അപ്പം ഇനിയിപ്പോൾ ഉറങ്ങിയിട്ട് നാളെ തിരിച്ചിറങ്ങണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതായത് നാളെ നമ്മൾ തിരിച്ചിറങ്ങുന്ന വീഡിയോയിൽ ബാക്കി ഞാൻ പറയാം. ഓക്കെ, ബൈ ബൈ.